കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവർണർ നേരിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. ചാൻസലർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗം KS അരുൺകുമാർ കുറ്റപ്പെടുത്തി. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചാൻസലർ തന്റെ പ്രതിനിധികളെ സിൻഡിക്കേറ്റിലേക്ക് നേരിട്ട് നിയമിക്കുന്നത്. 4 സിൻഡിക്കേറ്റ് അംഗങ്ങളെയാണ് ചാൻസലർ നിയമിച്ചത്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും സർവകലാശാലകളെ തൻ്റെ കീഴിലേക്ക് എത്തിക്കാനും വേണ്ടി സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അജണ്ടയുടെ ഭാഗമാണ്. സർവകലാശാലകളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചേർന്നുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ ചാൻസലർ നേരിട്ട് നിയമനം നടത്തുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഏത് രൂപത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? സ്മൃതി, കാലടി സംസ്കൃത സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നേരിട്ട് ഗവർണർ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നേരിട്ട് നിർദ്ദേശിച്ച് നിയമിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒഴിവ് വരികയാണെങ്കിൽ അതാത് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരോട് അതേക്കുറിച്ച് ആരായും, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ഇതേക്കുറിച്ചൊരു ലിസ്റ്റ് തേടും. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അതാത് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരോ നൽകുന്ന ലിസ്റ്റാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടേതായി ഗവർണർ ഒപ്പിട്ട് അത് ഉത്തരവായി പിന്നീട് ഇറക്കുന്നത്. എന്നാൽ ഇവിടെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 4 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ, ഇപ്പോൾ നിലവിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ 12 സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്, സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ. അതുകൂടാതെയാണ് ഇപ്പോൾ 4 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇത്തരത്തിൽ ഗവർണർ നേരിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇവർ 4 പേരും ഇത്തരത്തിൽ ഗവർണറുടെ നേരിട്ടുള്ള നോമിനികളുമാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ KS അരുൺകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ പ്രക്ഷോഭ പരിപാടി ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുമെന്നാണ് KS അരുൺകുമാർ പറയുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ സംസ്കൃത സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണവും സിൻഡിക്കേറ്റ് അംഗം പറയുന്നുണ്ട്. ഏതായാലും വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്നും KS അരുൺകുമാർ ഇപ്പോൾ പറയുന്നുണ്ട്. സ്മൃതി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.